Let's turn our Bibles to 2 Peter. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ദയവായി വായിക്കുമല്ലോ. പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണോ? ഓക്കെ. ആമേൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. Grow in the grace and knowledge of our Lord Jesus, Amen. Lord and Savior Jesus Christ. പത്രോസിന്റെ 1-ാം ലേഖനം പീഡ അനുഭവിക്കുന്ന ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. The words written in first epistle of Peter are words intended to comfort the believers who are going through persecution. 2-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദുരുപദേശക്കാരിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞിരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതായ പ്രത്യേകിച്ച് സ്പിരിച്വൽ മാച്യൂരിറ്റി എന്ന ടോപ്പിക്കിലാണ് 2-ാം ലേഖനം കണ്ടിന്യൂ ചെയ്യുന്നത്. Second epistle is written focusing more on the apostasy, the false teaching, and turning from that into spiritual maturity. അന്നും ഇന്നും ഒരുപോലെ ദുരുപദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വളരെ ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റിട്ടുള്ള കാലഘട്ടമാണ്. Just like today, even then there was false teaching, false doctrine spreading in the church. ദുരുപദേശത്തിന്റെ വഞ്ചനയിൽ കുടുങ്ങാതിരിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഈ തിരുവചനം നന്നായി പഠിക്കുകയാണ്. Only way to not to get trapped in the false teaching by people is to really study the word of God. ഞാൻ ഒരിക്കൽ ഓർപ്പിച്ചതാണ്, ഒരു ബാങ്കിൽ ഒരു പുതിയ ക്ലർക്കിനെ പ്രത്യേകിച്ച് കറൻസി ഹാൻഡിൽ ചെയ്യുവാൻ വേണ്ടി ഒരു കാഷ്യറെ അവിടെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആദ്യം അവർ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഒറിജിനലായിട്ടുള്ള പുതിയ കറൻസികൾ കൈകാര്യം ചെയ്യുവാനായിട്ട് അത് കൗണ്ട് ചെയ്യുവാനായിട്ടുള്ള ദൗത്യം അവരെ ഏൽപ്പിക്കുന്നത്. When a cashier is hired in a bank, the first lesson he needs to learn is to distinguish good currency from the bad ones. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഈ നല്ല കറൻസികൾ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കറൻസി തട്ടിയാൽ അവർക്കറിയാം ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത്. After a while they come to learn, just by touching the currency note they will know which one is good and which one is not. ഏതാ ശരിയായ ഉപദേശം ഏതാ തെറ്റായിട്ടുള്ള ഉപദേശം അതിന്റെ ഒറിജിനൽ തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഈ ഒറിജിനൽ നന്നായിട്ട് പഠിക്കണം. Only way to distinguish from false to sound doctrine is to buy is by studying God's word in a deeper way. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പിരിച്വൽ മാച്യൂരിറ്റി എങ്ങനെ പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും അതാ പത്രോസ്ലീഹ ഇവിടെ ഓർപ്പിക്കുന്നത്. Second epistle, Apostle Peter is reminding and showing us how to reach spiritual maturity in our Christian life. എന്തുകൊണ്ട് നാം വളരണം, എന്തുകൊണ്ട് സ്പിരിച്വൽ മാച്യൂരിറ്റിയിലേക്ക് എത്തണം, അതാണ് ഈ ഭാഗത്ത് കാണുന്നത്. And he is leading us to show why and how we come to that spiritual growth. നാം ശരിയായി തിരുവചനം പഠിക്കുന്നില്ല എങ്കിൽ വചനത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല, വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. വിശ്വാസത്തിന്റെ ഓരോ കാറ്റിനാലും നമ്മളിങ്ങനെ ഉലയുവാനായിട്ട് തുടങ്ങും. If we are not studying God's word by ourselves, we will never be established in the true faith, and we will be just wavering in the winds of times, going back and forth. ഈ അധ്യായം 3 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ സെക്കൻഡ് എപ്പിസ്റ്റില് ആ 3 അധ്യായങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഏതാണ്ട് 15-ലധികം പ്രാവശ്യം നോളജ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. And in all these 3 chapters of second epistle of Peter, the word knowledge
is used more than 15 times. അതിനർത്ഥം നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം പ്രാപിക്കണം, വചനത്തിൽ പരിജ്ഞാനം പ്രാപിക്കണം. We should come to the knowledge of God's word. നമുക്കറിയാം, ആഴത്തിൽ റൂട്ടില്ലാത്ത മരങ്ങൾ ഒരു ഹരിക്കെയിൻ വരുമ്പോൾ, കാറ്റടിക്കുമ്പോൾ അത് അതുപോലെ മറിഞ്ഞു വീഴുന്നു നമ്മൾ We കാണാറുണ്ട്. know trees that are not deeply rooted will fall away in a strong wind. ഈ കാലഘട്ടത്തിൽ ദുരുപദേശത്തിന്റെ കുത്തൊഴുക്കിൽ പെടർന്നു വീഴാതിരിക്കുവാൻ, താളടിയാകാതിരിക്കുവാൻ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ വേരുകൾ പതിയുവാൻ കഴിയട്ടെ. In this time we live, in order for us to stay strong in God's word and not to be taken away by the false teaching that is so rampant, we need to have our roots growing deep into God's word. ഈ അധ്യായം നമ്മൾ പഠിച്ചാൽ പത്രോസ് ശ്ലീഹ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. And this timing of this epistle is when Apostle Peter is coming toward the end of his life. കാരണം അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ദൈവത്തിങ്കിൽ നിന്ന് തനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിനുശേഷമായി ലേഖനം ഓർപ്പിക്കുന്നത്. And he have a clear understanding of the time frame of his own life ahead of him. 2 Peter chapter 1 verse 13 and 14 അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. And there in verse 30, first chapter verse 13 he said, I think it's right to refresh your memory as long as I live in the tent to be body, because I know that I'll soon put it aside. ഇതേ വിഷയം തന്നെ പൗലോസ് ശ്ലീഹയും 2 കൊരിന്ത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹയും ഇത് തന്നെ ഓർപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കൂടാരം അഴിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. പൗലോസും അത് തന്നെ പറഞ്ഞിരിക്കുന്നു, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുന്നതാണ്. Apostle Paul also reminds us in 2 Corinthians chapter 5 that this earthly tabernacle is about to be destroyed and he'll have an eternal home. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇത് താൽക്കാലികമായ ഒരു ടെന്റ് മാത്രമാണ്. എത്ര കാലം ഇവിടെ കാണും, ഈ ടെന്റിനകത്ത് കാണുമെന്നൊന്നും നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല. ഇതെല്ലാവരുടെയും കൂടാരം പൊളിഞ്ഞു പോകുന്നതാ. The body and the existence that we have is nothing but a temporary tent. എന്നാ അത് കഴിഞ്ഞ് എവിടെ ആയിരിക്കുമെന്നുള്ളതാ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്. But the significant question is where our eternity would be. പൗലോസ് ഉറപ്പായിട്ട് പറയുക, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു നിത്യഭവനമുണ്ട്. And Apostle Paul is so emphatic in saying that we have an eternal home in the heaven. ആ ഒരു ഉറപ്പുള്ള ദൈവമക്കളെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇവിടെ കൊണ്ട് തീരുന്നതല്ല എൻ്റെ ജീവിതം, ഇത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു നിത്യ വീടുണ്ട്. ഇത് താൽക്കാലികമായ ഷെഡ് മാത്രമാ, ടെന്റ് മാത്രമാ. ഇത് കഴിയുമ്പോൾ ഞാൻ പറന്നു പോകും, എനിക്കൊരു നല്ല നിത്യമായ ഒരു ഭവനം ദൈവം ഒരുക്കുന്നുണ്ട്. അതാ ദൈവമക്കളുടെ പ്രത്യാശ. Our confidence and our hope in our life is that God is preparing us an eternal home when we leave this earthly tent behind. ഈ വ്യക്തമായ അറിവ് പ്രാപിച്ച മോശ 90-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുതി, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, അത് വേഗം തീരും. അത് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരും, ഞങ്ങൾ പറന്നു പോകുകയും. And the same servant of God Moses reminds us in Psalm 90 verse 14 that our life span would be 70 or 80 the most, and this is all suffering and pain, and then we'll fly away from this life. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ എക്ലീസിയാസ്റ്റിക്സിൽ 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ശലോമോൻ പറയുന്ന വാക്കുകളുണ്ട്. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് തന്നെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകും. The same theme in Ecclesiastes, Solomon tells us that our life that God gave will return to eternal home. മരണം കൊണ്ടെല്ലാം തീരുമെന്നാ ശാസ്ത്രം പറയുന്നത്. Science says that everything would come to an end when we die. അടുത്ത കാലത്ത് അവരും സമ്മതിക്കാൻ തുടങ്ങി, ഇത്
താൽക്കാലികമാണ്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് അടുത്ത കാലത്ത് ശാസ്ത്രം സമ്മതിച്ചു കഴിഞ്ഞു. Even scientists are coming to an understanding that there could be a life beyond this earthly life. ഈ മരണസമയത്ത് ഈ ശരീരം വിട്ട് അവരുടെ സോൾ, അവരുടെ ആത്മാവ് പുറത്തു പോകുന്നുണ്ടെന്നും അത് നീ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള അന്വേഷണത്തിലാ ശാസ്ത്രം ഇപ്പോൾ. Science is searching after where our soul goes, but they are sure our body departs. The soul departs our body. അരിസോണ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ സ്റ്റുവാർട്ട് ഹാമർ ഓഫ് മരണാസന്നരായി കിടന്ന, വെന്റിലേറ്ററിൽ കിടന്ന 7 പേരെ പ്രത്യേകമായി മെഷീൻ്റെ സാന്നിധ്യത്തിൽ അവർ സ്കാൻ ചെയ്ത്, ബ്രെയിൻ സ്കാൻ ചെയ്ത് മരണസമയത്ത് ഈ വെന്റിലേറ്ററിൻ്റെ കണക്ഷൻ മാറ്റുമ്പോൾ സംഭവിക്കുന്ന ചേഞ്ചസ്, ബ്രെയിനിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. And this professor from University of Arizona was conducting the study of people who are approaching their end of life, but while they are still alive, they were on ventilator, and he's studying the movements and changes that take place in human brain. അദ്ദേഹം പറയുന്നത് എല്ലാവരിലും മരണസമയത്ത് അവരുടെ ബ്രെയിനിൽ നിന്ന് ഒരു തരം എനർജി, മിസ്റ്റീരിയസ് ബർസ്റ്റ് ഓഫ് എനർജി ബ്രെയിനിൽ രൂപപ്പെടുകയും അത് ഏതാണ്ട് 30 മുതൽ 90 സെക്കൻഡിനകത്ത് ആ ശരീരം വിട്ടു പോവുകയും ചെയ്യുന്നതായിട്ട് പ്രൂവ് ചെയ്തു. And he recorded that the people who are about to die, for about toward that end 30 to 90 seconds, there is this special change that take place in their brain cells. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസും ഡെയിലി മെയിലും അതുപോലെയുള്ള മറ്റ് മീഡിയകളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. And many prominent publications have published this findings. 2000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ബൈബിള് പറഞ്ഞത് ഇന്ന് സത്യമാണെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. വള്ളി പുള്ളി മാറ്റം വരാതെ ഈ വചനം സത്യമാണെന്ന് ദൈവവേദത്തിൽ മനസ്സിലാക്കി. What we heard 2000 years ago through God's word, now the world is coming to a conclusion what God's word said is true. പത്രോസ്ലീഹ ഒരു പടിയുടെ കടന്നു പറഞ്ഞു. 10-11 വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ എൻ്റെ ശരീരം മാത്രമല്ല അഴിഞ്ഞു പോകുവാൻ പോകുന്ന ഇന്ന് ഈ കാണുന്നത് മുഴുവൻ അഴിഞ്ഞു പോകുവാനുള്ളതാണ്. And Apostle Peter reminds us in chapter 3 that the whole world, the earth that we see, will pass away. ഇന്ന് കാണുന്ന സകലവും അഴിഞ്ഞു പോകുന്നതാ, സകലതും തീക്കായി സൂക്ഷിച്ചിരിക്കുക. And everything is kept for fire. തിരുവചനത്തിൽ എഴുതിയ ഈ സത്യവും ശാസ്ത്രം അംഗീകരിച്ചുകൊണ്ടിരിക്കുക. And even this reality is being recognized by the science. നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സർ ഐസക് ന്യൂട്ടൻ ഫിസിക്സിലും മാത്തമാറ്റിക്സിലും മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന തിയോളജിയൻ കൂടിയായിരുന്നു. Isaac Newton was not only a physicist or a mathematician, but he also was a known theologian. അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചതായ ഒരു ആർട്ടിക്കിളിനകത്ത് ഞാൻ വായിച്ചത്, അദ്ദേഹം 1704 എഴുതിയ ഒരു ലെറ്റർ, ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ നമ്പേഴ്സ്, സംഖ്യകൾ കണക്ക് കൂട്ടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു 1260 വർഷം കഴിയുമ്പോൾ ഈ ഭൂമി അവസാനിക്കും, തകരുമെന്ന്. A letter he published in 1704 is indicating that the world will have a lifespan of 1260 years. അദ്ദേഹം ആ കാലക്കണക്ക് കൂട്ടിയത് ഏതാണ്ട് AD 800 റോമ സാമ്രാജ്യത്തിൻ്റെ തുടക്കം മുതൽ 1260 വർഷം കൂട്ടുമ്പോൾ ലോകം അവസാനിക്കുമെന്ന്. He calculated that the world will come to an end in 1260 years. അത് ഏതാണ്ട് 2060 ആ കണക്കനുസരിച്ച് ലോകം അവസാനിക്കേണ്ടത്. According to that calculation, the world should come to an end in 2060. ഇന്നത്തെ പോക്ക് കണ്ടിട്ട് അതിനു മുമ്പ് തന്നെ അവസാനിക്കുമെന്നാണ് തോന്നുന്നത്. But by seeing what we see in the world today, it could come to an end sooner. ഇപ്പോഴേ അവിടെ ഇവിടെയായിട്ട് കത്തിക്കൊണ്ടിരിക്കുക. And things are burning up all over the place. അതിലൊക്കെ ഉപരി ശാസ്ത്രലോകം ഇന്ന് ഭയപ്പെടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ആകാശത്ത് നിന്ന് വീഴുന്ന ഉൽക്കകൾ, ഗ്രഹങ്ങൾ, അത് ഭൂമിയെ നശിപ്പിക്കുമെന്നുള്ളതായ കാര്യമാണ് അവരെ ഭയപ്പെടുത്തുന്ന വിഷയം. And there are also scientists are scared by these meteoroids that could fall from heaven. വലിയൊരെണ്ണം വരുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് 2032 വീഴുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. And they are talking about something, one of them
them falling on the earth by ഇതുവരെ 2030. അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എവിടെ വീഴുമെന്നുള്ളതാ. വീണാൽ അത് വലിയ ഗർത്തം ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ തകർച്ച ഭൂമിക്ക് ഉണ്ടാക്കും. And they are saying it could impact the earth so significant way. ദൈവമക്കളെ, ലോകം തിരുവചനത്തിൻ്റെ സത്യങ്ങൾ, നൂറ്റാണ്ടുകൾ മുമ്പ് എഴുതി വെച്ച സത്യങ്ങൾ, ലോകത്തിന് സംഭവിക്കുവാൻ പോകുന്നത്, മനുഷ്യന് സംഭവിക്കുവാൻ പോകുന്നത് കൃത്യമായി എഴുതിയിരിക്കുന്ന വചനമായി ദൈവവചനം. That God's word is the true record of what that predicts what will happen to the world. നമുക്കറിയാം, സൂര്യൻ്റെ എനർജി ഏതാണ്ട് കത്തി തീർന്നുകൊണ്ടിരിക്കുക. And they're saying the energy of sun is about to be extinguished. നമ്മുടെ എനർജി മാത്രമല്ല, സൂര്യൻ്റെ എനർജിയും കത്തി നശിച്ചുകൊണ്ടിരിക്കുക. അതിനും ഒരു എൻഡുണ്ട്, അതും ഏതാണ്ട് തീരാറായിരിക്കുക. And even that is not in the distant future either. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പുതിയ യെരൂശലേമും പുതിയ ഭൂമിയും പുതിയ ആകാശവും കണ്ടു എന്ന് നാം വെളിപ്പാട് 21-ൽ വായിക്കുന്നുണ്ട്. In Revelation chapter 21 we read that the new heaven and earth will come. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതല്ല നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. അതെപ്പോൾ ഒഴിഞ്ഞു പോകുമെന്നുള്ളതുമല്ല നമ്മുടെ പ്രശ്നം. Our problem is not when the heaven and earth will pass away. തിരുവചനം പഠിച്ചാൽ അതിന് ഇനിയും സമയമുണ്ട്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഭൂമിയും ലോകവും കംപ്ലീറ്റ്ലി കത്തിയെരിയാൻ പോവല്ല. The world is not going to be burned immediately. അങ്ങും ഇങ്ങുമൊക്കെ കത്തുമെങ്കിലും ഭൂമിയെ പൂർണ്ണമായിട്ട് അടുത്ത സമയത്തൊന്നും നശിപ്പിക്കത്തില്ല. And earth will not be destroyed in the near future. അലക്സ് പറഞ്ഞതുപോലെ ശുദ്ധീകരിച്ച ഒത്തിരി സമയങ്ങൾ, ഇതിനെ ഒരുക്കി ട്രാൻസ്ഫോം ചെയ്ത് ഒരുക്കിയെടുത്ത ഒത്തിരി സമയങ്ങൾ ഈ ഭൂമിയുള്ള ചരിത്രത്തിലുണ്ട്. And it took a long time where God used the time to refine the creation. നമുക്കറിയാം, പാഴും ശൂന്യമായി പോയ ഭൂമിയെ ദൈവം ട്രാൻസ്ഫോം ചെയ്ത് പുതുക്കിയെടുത്ത ഭൂമിയായി ഇന്ന് കാണുന്ന ഭൂമി. The earth that we live in is one that is reformed and refined from being void and empty. അതിനുശേഷം നോഹയുടെ കാലത്ത് പാപം പെരുകിയത് മുഖാന്തരം ദൈവം വീണ്ടും ഈ ഭൂമിയെ വെള്ളത്താൽ ശുദ്ധീകരിച്ച് വീണ്ടും ഭൂമിയെ ഒരുക്കിയെടുത്തു. And God restored the earth after the flooding at the time of Noah. ഇനിയും ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വന്നിട്ട് ഒരു വർഷം 7 വർഷത്തെ മഹോപദ്രവകാലം കഴിഞ്ഞിട്ട് ഈ ഭൂമിയെ ശുദ്ധീകരിച്ച് ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കും 1000 ആണ്ട് വാഴ്ചയും ക്രമീകരിക്കുന്നത്. And at the return of Christ after the time of tribulation, God will prepare this earth for his millennial reign. അതിനുശേഷമായി 21-ല് വെളിപ്പാട് 21-ൽ പറഞ്ഞിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും 21-ന്റെ 1-ാമത്തെ വാക്യത്തിൽ, അനന്തരം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ആ ഭൂമിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുമെന്ന് പറഞ്ഞ ആ കെട്ടിടത്തെക്കുറിച്ച്, ആ ഭവനത്തെക്കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞത്. അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുവാൻ പോകുന്ന സംഭവം. At the end of the millennial reign of Christ, the new heaven and new earth will come, and that's what Christ promised us, that I'm going to prepare a house, a place for you. അതുകൊണ്ട് ഭൂമി മുഴുവൻ കത്തിപ്പോകുന്നതിനെ കുറിച്ചല്ല നമ്മുടെ ഇപ്പോഴത്തെ ചിന്ത. അതിന് മുമ്പായി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ റാപ്ചറാണ് സംഭവിക്കുവാൻ പോകുന്നത്. കർത്താവിന്റെ മടങ്ങിവരവാ സംഭവിക്കുവാൻ പോകുന്നത്. It's not immediate concern is not the earth being extinguished, but it's a coming of the Lord and taking away his church. അതിനെക്കുറിച്ച് 10-ാം വാക്യത്തിൽ പത്രോസ്ലീഹ ഇവിടെ ഓർപ്പിച്ചിരിക്കുന്ന ഈ 3-ന്റെ വാക്യത്തിൽ കർത്താവിന്റെ വരവ് കള്ളനെ പോലെയാകുമെന്ന് നാം അവിടെ, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്ന് ആ വാക്യം നമ്മൾ പഠിക്കുന്നു. In chapter 3 verse 10, Apostle Peter says, but the day of the Lord will come like a thief. നമുക്കറിയാം, കള്ളന് ഫോൺ ചെയ്തൊന്നുമല്ല വരുന്നത്. ബൈബിൾ പറയുന്നത്, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. And you know, when a thief come to rob our house, he doesn't give us a phone call or notice ahead. Just like that, when we don't know the time, our Christ will come. ഇവിടെ പത്രോസ്ലീഹ പറയുന്നത് അതിനുവേണ്ടി ഒരുങ്ങുവാനാ. And Apostle Peter is exhorting us that we prepare ourselves for the coming of the Lord. കർത്താവിന്റെ വരവിങ്കൽ കാഹളത്തിന്റെ ശബ്ദത്തിങ്കൽ നഷ്ടപ്പെട്ട് കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള ആലോചനയാ പത്രോസ്ലീഹ ഇവിടെ നൽകുന്നത്. Peter is counseling us that we prepare our lives for
the rapture, when at the sounding of the trumpet. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതാ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ And വായിക്കുന്നത്. what should we do? Apostle, he talks about that in verse 12. എന്താ വായിക്കുന്നത്? 12-ാം വാക്യം. അതിനുവേണ്ടി നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണം. And how much life of piety that we need to live, and how clean we need to cleanse ourselves for that day. വിശുദ്ധിയും ഭക്തിയും ഒക്കെ പണ്ടല്ലായിരുന്നോ? ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? People say that holiness and piety are the things of old. അതൊക്കെ കുറെ അപ്പച്ചന്മാരുടെ കാലത്ത് വലിയ അറിവൊന്നുമില്ല, ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വിശുദ്ധിയെക്കുറിച്ചും വേർപാടിനെ കുറിച്ചും ഭക്തിയെക്കുറിച്ചും പണ്ടൊക്കെ അല്ലയോ പ്രസംഗിച്ചത്. ഇപ്പൊ എവിടെയാ നമുക്ക് വിശുദ്ധിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? We would say it was our forefathers who were not highly educated. They talked about holiness and all that, but we don't need to do that. മക്കളെ, ദൈവജനത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. നമുക്ക് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ലോകത്തിന് കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ തിരുവചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുന്നതല്ല. Yes, we have changed. The world has changed, but God's word never changed. മത്തായി 24:35 യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എങ്കിലും എൻ്റെ വചനത്തിന് മാറ്റം വരത്തില്ല. In Matthew 24, Jesus said that heaven and earth will pass away, but my words will never pass away. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഒരിക്കലായിട്ട് കൈ ഉയർത്തി രക്ഷിക്കപ്പെട്ടുകൊണ്ട് മാത്രം പോകാമെന്ന് ആരും ചിന്തിക്കരുത്. There are people who think that by lifting up their hands, professing their confession or faith in Christ, that they would be taken up into heaven. അങ്ങനെ ഇന്നും പഠിപ്പിക്കുന്നത്. And most of the churches teach that. ഒരിക്കൽ യേശു രക്ഷിതാവെന്ന് ഏറ്റു പറഞ്ഞതുകൊണ്ട് പിന്നെ സ്വർഗം റിസർവ്ഡ് ആണ് എന്നുള്ള പഠിപ്പിക്കലുകൾ അവിടെ ഓടിയായിട്ടുണ്ട്. There is so much teaching that once you profess your faith in Christ, heaven is reserved for you. അതല്ല യേശുവിനോട് ചേർന്ന് നടന്ന യേശുവിന്റെ വചനത്തിൽ യേശുവിൽ നിന്ന് പരിജ്ഞാനം പ്രാപിച്ച പത്രോസ്ലീഹ പറയുന്നത് അങ്ങനെയല്ല. അതിനുവേണ്ടി ഞാനും നിങ്ങളും ഓരോ ദിവസവും ഒരുങ്ങിയെങ്കിൽ മാത്രമേ അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയുള്ളൂ. But that's not what Apostle Peter, who walked with the Lord, is telling us, that we need to prepare our lives every day expecting the coming of the Lord. അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ പത്രോസ്ലീഹ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അവസാനമായി പറഞ്ഞ വാക്കുകളാണ് ഈ അധ്യായത്തിൽ ഇതിന്റെ വാക്യങ്ങളിൽ ലാസ്റ്റ് 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And these are the last words Apostle Peter recorded in this verse 18. കൃപയിലും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരണം. But grow in the grace and knowledge of our Lord and Savior Jesus Christ. വീണ്ടും ജനിച്ച ഒരു ദൈവപൈതൽ ശിശുവിനെ പോലെ ശിശുവായിട്ടിരിക്കാൻ ഒരിക്കലും ആരും ദൈവം ആഗ്രഹിക്കുന്നില്ല. And God is not desiring that we should remain small babes just because we are born again. ഈ ഭൂമിയിൽ ജനിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങള് അതേ രീതിയിൽ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ, വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ ഏത് മാതാപിതാക്കളാ സന്തോഷിക്കുന്നത് ആ വിഷയത്തിൽ? If our children are not growing the way we anticipate, a parent cannot be joyful in the life of that child. രണ്ട് കാര്യങ്ങളിൽ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവപൈതൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God desires that we grow in two areas. ഒന്ന്, കൃപയിൽ ദൈവപൈതൽ വളരണം. We need to grow in the grace of our Lord Jesus Christ. മറ്റൊന്ന്, പരിജ്ഞാനത്തിൽ വളരണമെന്നല്ല, ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിൽ വളരണം. We should grow in the knowledge of Christ. ദൈവകൃപയിലും ദൈവിക പരിജ്ഞാനത്തിലും വളരുവാൻ ഈ ഭാഗം ഓർപ്പിക്കുക. This word is exhorting us to grow in the grace of God and in knowledge in Christ. കൃപയിൽ വളരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. I know people who are growing up in their grace. പരിജ്ഞാനത്തിൽ വളരുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. I've seen people who grow in the wisdom. ഇതിൽ ഒന്ന് പോരാ, ഇത് രണ്ടും ഒരുപോലെ വളരണം. But one is not enough. Both has to work together. ചിലർക്ക് കൃപയുണ്ട്, പരിജ്ഞാനമില്ല. There are some people who have grace, but they have no knowledge. അതുകൊണ്ടുണ്ടാക്കുന്ന ഡാമേജസ് വചനത്തിലും കൃപയിലും ഒരുപോലെ വളരാത്തത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ കൃപ പ്രാപിച്ചെന്ന് പറയുന്ന ചിലരുടേതായ വാക്കുകളൊക്കെ കേട്ടിട്ട് ദൈവനാമത്തിന് ഇതുപോലെ അപമാനം വരുന്ന
ചില പ്രസ്താവനകൾ, ചില പ്രസംഗങ്ങൾ യൂട്യൂബിലുണ്ട്. കാരണം ആ ഒരു കൃപ മാത്രമേ കണ്ടുള്ളൂ, വചനത്തിൽ പരിജ്ഞാനം പ്രാപിച്ചില്ല. There are messages that you can see on YouTube where people speak about God's grace and receiving grace in their life, but they lack knowledge. കൃപ എന്ന് പറഞ്ഞ് ദൈവനാമത്തെ അപമാനിക്കുന്ന ഇങ്ങനെയുള്ള കൃപാവര പ്രാപ്തരുടെ പ്രസംഗങ്ങൾ നിർത്തേണ്ട കാലം കഴിഞ്ഞു. It is high season that these preachers who talk about grace but not growing in the knowledge, they should stop doing their things. അങ്ങനെയുള്ള ആളുകൾ കുറച്ച് വർഷങ്ങളെങ്കിലും തിരുവചനം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ തയ്യാറാകണം. That those teachers they should be able to learn God's word. ഈ കൃപ എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുക. എന്താ ഈ കൃപ? What is grace? പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തിന് മുമ്പാകെ ഇരുന്ന് ദൈവകൃപ പ്രാപിച്ചു വളരേണ്ടതിന് പകരം ഒരിക്കൽ കൃപ എന്ന് പറഞ്ഞ് കൃപ കിട്ടിയാൽ, രക്ഷിക്കപ്പെട്ടാൽ പിന്നെ എല്ലാം ഒക്കെയാണ് എന്ന് പഠിപ്പിക്കുന്ന കാര്യമാണ് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ തകരാറ് ക്രിസ്തീയ മാർഗത്തിൽ. The dangerous teaching that church has is that once you come to know the grace of God, everything is fine and you are set for eternity. കൃപയുടെ സുവിശേഷം എന്നുള്ള ഒരു പുത്തൻ സുവിശേഷം അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. And there is this new teaching called gospel of grace. ഏതാണ്ട് അത് പഠിച്ചാൽ once saved always saved എന്നുള്ള ആശയം അവരും പ്രചരിപ്പിക്കുന്നത്. They have the same teaching that once you saved you're always saved. അതല്ലായിരുന്നു അപ്പോസ്തോലിക ഉപദേശം. And that's not the apostolic teaching. അതല്ല പത്രോസ് പറഞ്ഞ ആലോചന. That's not what apostle Peter is saying. കൃപയിലും ദൈവവചനത്തിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഒരു ദൈവ പൈതൽ വളരണം. എന്തിനു വേണ്ടിയാ? വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കുവാൻ വേണ്ടി. A child of God should grow in the grace and knowledge of our Lord Jesus Christ to prepare ourselves for the coming of the Lord. നമ്മെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൃപ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാ. കൃപ എന്ന വാക്ക് നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. Grace is a word that we profusely use. ബൈബിളിൽ ഏതാണ്ട് പല ട്രാൻസ്ലേഷനുകളിലും വ്യത്യസ്തമാണെങ്കിലും ഏതാണ്ട് 170 പരം പ്രാവശ്യം കൃപ, ഗ്രേസ് എന്ന വാക്ക് ബൈബിളിലുണ്ട്. The word grace is used more than 170 times throughout the scriptures. ആദ്യം നമ്മൾ കൃപ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 6:8 ആ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞ അവിടെ തുടങ്ങുന്നത്. First we see the word grace used in connection with the life of Noah, that Noah received God's grace. പാപം പെരുകിയ കാലഘട്ടത്തിൽ, അകർത്യം പെരുകിയ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് കൃപ ലഭിച്ചു, അത് നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാണ് ആ ഭാഗം തുടങ്ങുന്നത്. In a time people's transgression was abounding, there was this one man who received God's grace. ഏറ്റവും ഒടുവിൽ കൃപ എന്ന വാക്ക് നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം 22 ഏറ്റവും ഒടുവിലത്തെ 21 വാക്യത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. Last time the word grace is used in Revelation 22:21, that grace of God be with you. അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന വാക്കും ഗ്രേസാ. And this word is very misused in the church. സാധാരണ നമ്മൾക്ക് അതിന്റെ അർത്ഥം അറിയാം, അൺമെറിറ്റഡ് ഫേവർ ഫ്രം ഗോഡ് എന്നുള്ള ഒരു അർത്ഥമാണ് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്നത്. The meaning of grace is that unmerited favor of God towards us. In fact, love എന്നും mercy എന്നും ഒക്കെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണ് ഗ്രേസ്. Grace is part of one of the attributes of God, that like his love and his compassion. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവമാണ് ഗ്രേസ്. Grace is divine nature of Christ. നമ്മൾ മനസ്സിലാക്കണം, അത് രക്ഷയല്ല, രക്ഷയിലേക്ക് നടത്തുന്ന ഘടകമാണ്. And it's not our salvation, but grace that leads us into salvation. It is the power of God unto salvation. Yes. രക്ഷയിലേക്ക് നടത്തുന്ന ഘടകം. അത് പാപമോചനമല്ല, പാപമോചനത്തിലേക്ക്, പാപം മോചിക്കുന്നവന്റെ അടുത്തേക്ക്, കൃപാസനത്തിലേക്ക് നടത്തുന്ന ദൈവശക്തിയാ ഗ്രേസ്. Grace is God's power that leads us to the throne of grace that we will led into salvation. ഈ കൃപ എല്ലാവർക്കും ലഭിക്കുന്നതല്ല. That grace is not received by everyone. യാക്കോബ് അപ്പോസ്തലൻ 4:6 പറഞ്ഞിരിക്കുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ അധികം കൃപ നൽകുന്നു. And in James writes that God is against the proud and he give grace to the humble. പാപത്തോട് നോ പറയുവാനുള്ള ബലമാണ് ഗ്രേസ്. Grace is the strength to say no to sin.
പാപത്തിൻ്റെ മേൽ ജയമെടുത്ത് ജീവിക്കുവാൻ നമ്മുടെ നാച്ചുറൽ എബിലിറ്റി കൊണ്ട് കഴിയാത്ത മേഖലകളിൽ നമുക്ക് ജയിക്കുവാൻ ദൈവം തരുന്ന പ്രത്യേകമായ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഗ്രേസ്. Grace is God's gift that gives us to overcome sinful things that we are not able to overcome by ഈ ourselves. കാലഘട്ടത്തിൽ പാപത്തിന്റെ മേൽ, പിശാചിന്റെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ, ജഡത്തിന്റെ മേൽ ജയിക്കുവാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് പ്രാപിച്ച കൃപ പോരാ ദൈവമക്കളെ. It's not enough that we have the grace from the time we got saved to overcome the challenges that come against us in a sinful world. 2 കൊരിന്ത്യർ ലേഖനം 12:9 പൗലോസ് ശ്ലീഹ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കുത്തി നോവിപ്പിച്ചുകൊണ്ടിരുന്നതായ ശൂലം മാറിക്കിട്ടുവാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞ വാക്കാ, എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്. In 2 Corinthians chapter 12 verse 19, Apostle Paul was given this thorn in the flesh and he prayed that God would remove it, but then God responded to him saying, my grace is made perfect in your weakness. ഇന്ന് പകലും വേദനപ്പെടുന്ന വിഷയങ്ങള്, കുത്തി നോവിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അവിടെയൊക്കെ നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഈ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. I thank God for the grace that covers us in the midst of our own struggles in our inner life. നാം കൃപയിൽ വളരുമ്പോൾ നമ്മിൽ വളരുന്നത് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം. When we grow in grace, the divine nature of Christ will increase in us. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നാം ക്രിസ്തുവിനെ പോലെ ആകുക, ക്രിസ്തുവാകുന്ന തലയോളം നമ്മൾ വളരുകയാണ് കൃപയിൽ വളരുമ്പോൾ. We come into Christ likeness and growing into the fullness of Christ when we experience God's grace. അങ്ങനെയുള്ളവരെ ചേർക്കാനായി യേശു കർത്താവ് വരുന്നത്. And Jesus come to gather those who are growing in their grace. രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ശിശുവായിരിക്കുന്നവരെ ചേർക്കാനല്ല വരുന്നത്, ജയിച്ചു ജയാളിയായ ഓരോ ദിവസവും കൃപയിൽ വളരുന്ന, വചനത്തിൽ വളരുന്ന, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്ന മാച്വറായ ക്രിസ്ത്യൻസിനെ ചേർക്കുവാൻ വേണ്ടിയായി യേശു കർത്താവ് വരുന്നത്. Jesus come to gather people who are growing in the grace and knowledge of Christ, thus reaching Christian maturity in their walk with the Lord. ഇന്ന് ലോകം, ശാസ്ത്രലോകം ടെക്നോളജിയിലും ശാസ്ത്രത്തിലുമൊക്കെ വളരെ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞു. We live in a world where technology and science is in a very advanced stage. ലോകം വളരുന്നതിനനുസരിച്ച് നമ്മളും വളരുന്നുണ്ട്. We grow as the world is growing. നമ്മിൽ പലരും ഒക്കെ IT-യിലും AI-യിലും ഒക്കെ ഒത്തിരി വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. Many of our people are well versed in AI and in technology areas. അതല്ല ദൈവാത്മാവ് ചോദിക്കുന്ന ചോദ്യം. ഇന്ന് രാവിലെ ദൈവാത്മാവ് ചോദിക്കുന്നത് കൃപയിൽ എത്രമാത്രം വളർന്നിട്ടുണ്ട്. And the question God is asking is not how good you are in technology, how much you have grown in God's grace. 2024 ഈ കഴിഞ്ഞ 2 മാസം, 2025 2 മാസം കഴിഞ്ഞു, അല്പമെങ്കിലും 2024 കൃപയിൽ അല്പം കൂടെ വളർന്നിട്ടുണ്ട്. Did you grow in the grace and knowledge of Christ in this last 2 months compared to 2024 that is behind us? നമ്മൾ ഓർത്ത് നോക്കിയാൽ നമ്മൾ ശാരീരികമായ വളർച്ച പ്രാപിക്കുന്നുണ്ട്. We grow physically. ശാരീരികമായ വളർച്ച പ്രാപിക്കുമ്പം നമ്മുടേതായ മാനസിക വളർച്ച സംഭവിക്കുന്നു, നമ്മുടേതായ ചിന്താഗതികൾക്ക് മാറ്റം വരുന്നു, നമ്മുടെ സംസാരങ്ങൾക്ക്, ഇടപാടുകൾക്കൊക്കെ മാറ്റം വരുന്നു, മാച്യൂരിറ്റി വരുന്നു. And as we grow physically, our emotional and cognitive levels change and we grow into maturity. നിങ്ങൾക്കറിയാം, ഞാനൊരിക്കൽ ബാലനായിരുന്നു. പിന്നെ യൗവനത്തിലോട്ട് പോയി, അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ചു, പിന്നെ അപ്പനായി, വല്യപ്പനായി, ഒരുപാട് മാറ്റങ്ങൾ ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട്. And we all start off life as young and babe and grow up into childhood and adulthood and we become parents, grandparents, so on and so forth. ഇതൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായ കാര്യമല്ല. It didn't happen in a day. പലതും കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും ഒക്കെ ഉണ്ടായ മാച്യൂരിറ്റിയാണ് ഇന്ന് കാണുന്ന ഈ ആള്. And the person we see today is the one who went through trials and times of life where they were refined and they learned and they grew from the lessons they learned from their life. 30-40 വർഷം മുമ്പുണ്ടായിരുന്ന ജെയിംസ് അല്ല ഇന്നത്തെ ജെയിംസ്. സംശയം ഉണ്ടെങ്കിൽ കൊച്ചുമോളോടോ മക്കളോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഞാനും ഒരുപാട് മാറിയിട്ടുണ്ട്. Yes. അതുപോലെ രക്ഷിക്കപ്പെട്ട നാളിൽ പ്രാപിച്ച ദൈവകൃപ പോരാ ഇന്ന് ജീവിക്കുവാൻ. It's not enough that we have the grace that when we got saved, we need more. ദൈവമക്കളെ, ഈ
ഗ്രോവിങ് ഇൻ ഗ്രേസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമല്ല. And also, it's not an automatic process that you grow in your grace. അതിനുവേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതിനുവേണ്ടി ഇച്ചിരി And അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. we need to take the initiative and put some work into it. വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചാ വളരേണ്ടത്. We need to drink the pure milk. That's God's word. പ്രാർത്ഥനയിൽ കൃപാസനത്തോളം അടുത്തു വന്ന് ദൈവത്തോട് അടുത്തു വരുമ്പോഴാണ് കൃപ നമ്മിലേക്ക് ദൈവം When we പകരുന്നത്. come to the throne of grace in prayer, that's when grace abound in us. വചനം വായിച്ചും പഠിച്ചും നാം വചനത്തിൽ വർദ്ധിച്ചു And വരേണ്ടതായിട്ടുണ്ട്. we need to grow in the knowledge of God's word by learning and devoting our time to learn God's word. അങ്ങനെ കൃപയിലും ദൈവവചനത്തിലും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുമ്പോഴാണ് നമ്മുടെ ചിന്താഗതികൾക്ക് And when മാറ്റമുണ്ടാകുന്നത്. we grow in the knowledge and grace of our Lord Jesus Christ, then that's when we change and we become mature. നമ്മുടെ സ്വഭാവങ്ങൾക്കും നമ്മുടെ ചിന്താഗതികൾക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും ആത്മീയ കാഴ്ചപ്പാടുകൾക്കും ഒക്കെ മാറ്റം വരുന്നത് നാം ഇങ്ങനെ ആത്മീയമായി ഓരോ ദിവസവും വളർന്നു വരുമ്പോഴാണ്. And we change our outlook and our understanding of life and our approach to others when we grow in the grace and knowledge of the Lord. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് വിശ്വാസത്തിൽ വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല. വർഷങ്ങളായി ദൈവത്തെ സേവിക്കുന്ന വിശ്വാസത്തിൽ വന്ന ദൈവമക്കളാണ് നമ്മൾ. പക്ഷെ നമ്മൾ ദിവസം തോറും എത്രമാത്രം ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്. And many of us are mature believers for many years, but how much time we find to grow in God's things. കൃപയിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ, കൃപയിൽ വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ വായിലെ വാക്കുകളൊക്കെ ഉപ്പിനാൽ രുചി വരുത്തിയത്, കൃപയോട് കൂടിയ വാക്കുകൾ, ആശ്വസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന വാക്കുകൾ, കംഫോർട്ട് ചെയ്യുന്ന വാക്കുകളൊക്കെ കടന്നു വരണമെങ്കിൽ നാം ആത്മീയ വളർച്ച പ്രാപിക്കണം. Only when we grow spiritually, we can say words to others that are encouraging and nurturing. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് നമ്മുടെ കർത്താവ് വളർന്നത്? How did Jesus grow? ലൂക്കോസ് 2:40 യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്. In Luke chapter 2 verse 40 there is a word used about Jesus. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. The word became the child grew and became strong. He was filled with wisdom and the grace of God was on him. യോഹന്നാൻ അപ്പോസ്തലനും അതിന്റെ 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. Gospel of John 1:14 says the word became flesh and made his dwelling among us. We have seen his glory and glory of one and only Son. നമുക്കറിയാം എവിടെയാ യേശു വളർന്നതെന്ന്. We know where Jesus grew. യേശു എവിടെയാ വളർന്നേ? യേശു വളർന്നത് നസ്രത്തിലാ. Jesus grew up in Nazareth. നസ്രത്ത് അത്ര ദൈവമക്കൾക്ക് വളരാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. But Nazareth was not an ideal place for എന്നാൽ spiritual കൃപ growth. ലഭിച്ചവൻ എവിടെയും വളരാൻ കഴിയും. But if you receive God's grace, you will grow anywhere and everywhere. നഥനയേല് ഇന്ന് ഈ നസ്രയത്തിനെ കുറിച്ച് പറഞ്ഞത് ഒരു നന്മയും വരുന്ന സ്ഥലമല്ല, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നാണ് നഥനയേല് ചോദിച്ചത്. Nathanael asked the question if there is any good come from Nazareth. എന്നാൽ ദൈവകൃപ വളർന്നു വന്നപ്പോൾ, കൃപയിൽ വളർന്നു വന്നപ്പോൾ, ജ്ഞാനത്തിൽ വളർന്നു വന്നപ്പോൾ, ദൈവകൃപയിൽ വളർന്നു വന്നപ്പോൾ ആ സ്ഥലത്ത് താൻ തളരുകയായിരുന്നില്ല, താൻ വളരുകയായിരുന്നു. And in Nazareth where no good is expected by anybody, Jesus grew in the grace and knowledge of God. ദൈവമക്കളെ, ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യത്തിലായിരിക്കാം ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. We all may be going through situations that are not helpful to us. നമ്മുടെ ജോലി സ്ഥാപനങ്ങളും സ്കൂള് കോളേജുകളൊക്കെ ഒരു പക്ഷെങ്കിൽ നമുക്ക് പറ്റിയ സാഹചര്യമായിരിക്കത്തില്ല, വളരാൻ പറ്റിയ സാഹചര്യമൊന്നും ആയിരിക്കത്തില്ല, ഉയരാൻ പറ്റിയ സാഹചര്യമായിരിക്കത്തില്ല. എന്നാൽ കൃപയിലൊന്ന് വളർന്നേ, അല്പം കൂടെ ഒന്ന് കൃപ പ്രാപിച്ച് നോക്കിയേ, അവസ്ഥകൾ മാറും. അതേ സ്ഥലത്ത് അവിടെ തന്നെ ദൈവം നിന്നെ വളർത്തും. Yes, our workplace and our school, our community that we live may not be the ideal place to grow in God's grace, but when grace abound in us, the very same place become a blessing to us. കുറേ നാളുകൾ നസ്രയത്തിൽ വളർന്നു വന്നപ്പോൾ, മാറ്റമൊന്നും കാണാതെ വന്നപ്പോൾ തീർച്ചയായിട്ടും അമ്മ മറിയ പറഞ്ഞു കാണും, എന്താ എൻ്റെ മോന് മാത്രം ഒരു മാറ്റവും വരുന്നില്ലല്ലോ. അല്പം കൂടെ ഒന്ന് കഴിഞ്ഞ് ദൈവത്തിൻ്റെ സമയം വന്നു. 30-ാം വയസ്സിൽ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ തുടങ്ങി. And
as Jesus grew up there, when he come to the age of 30, things began to change. വാഗ്ദത്തം പ്രാപിച്ചതാ, ദൂത് പ്രാപിച്ചതാ, ദൂതൻ കടന്നു വന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട്. എന്താ, ദൂത് തെറ്റിപ്പോയതാണോ? അല്ല, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. And Mary could have been confounded about what taking place in Jesus, but God's promise is there. God has a timing for us. ദൈവത്തിന്റെ സമയമായപ്പോൾ തന്റെ 30-ാമത്തെ വയസ്സിൽ നസ്രയത്തിൽ നിന്ന് യോർദാൻ നദി വരെ നടന്നുപോയി ദൈവം നിയമിച്ച കൽപ്പന അനുസരിക്കാൻ തയ്യാറായപ്പോൾ അവസ്ഥകൾ മാറാൻ തുടങ്ങി. And Jesus walked from Nazareth to Galilee to receive baptism and obeyed the commandment, and things began to change. നമുക്കറിയാം, ദൈവിക കൽപ്പന അനുസരിച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് വേണ്ടി സ്വർഗം തുറന്നു. When he obeyed God's commandment, heaven was open for him. രാവിലെ ദൈവമക്കളോട് പറയട്ടെ, എന്താ വാഗ്ദത്തം ഒന്നും നിറവേറാതിരിക്കുന്നത്? എന്താ താമസിക്കുന്നത്? എന്താ സമയമായില്ലയോ? വാഗ്ദത്തം തെറ്റിപ്പോയതാണോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് വിശ്വാസത്താൽ ഒന്ന് മുമ്പോട്ട് വെച്ച്, അല്പം ഒന്നൊരു ചുവട് വെച്ച്, അല്പം ഒന്ന് മുന്നോട്ട് വിശ്വാസത്തിന്റെ ചുവട് വെച്ച് ദൈവകൽപ്പന അനുസരിക്കുവാൻ, ദൈവാലോചന ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കേ ദൈവ സ്വർഗം തുറക്കും. And if we are not experiencing anything in our life, and if we are willing to step forward in faith, walk in faith, God will lead you to that place of his timing and his purpose and his blessing. ചരിത്രം പറയുന്നത് ഏതാണ്ട് 100 മൈൽ ദൂരത്തില്, 100 കിലോമീറ്റർ ദൂരത്തില് നസ്രയത്തിൽ നിന്ന് യോർദാൻ നദി വരെ നേരിട്ട് പോകാൻ ഏതാണ്ട് 100 കിലോമീറ്റർ 62 മൈല് ദൂരമുണ്ട്. കൃത്യമായി എത്ര മൈൽ നടന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അടുത്തെങ്ങും മുങ്ങാനുള്ള വെള്ളമില്ലാഞ്ഞിട്ടായിരിക്കാം നസ്രയത്തിൽ നിന്ന് യോർദാൻ വരെ നടന്നു പോയത്. It take many days to reach from Nazareth to Galilee. We don't know how long he walked, but he went there. സ്വർഗം തുറക്കാൻ അല്പം ബുദ്ധിമുട്ടാതെ മക്കളെ. Seeing an open heaven is not that easy. അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. ചില തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാൻ തയ്യാറാകണം. അപ്പോഴാണ് ദൈവിക വാഗ്ദത്തം എന്നിലും നിങ്ങളിലും നിറവേറുന്നത്. When we walk in faith and commit our life to see God's marvelous work in our lives, that's when heaven will open for us. ഇന്ന് രാവിലെ എൻ്റെ പ്രാർത്ഥന, എനിക്ക് നിങ്ങൾക്കും വേണ്ടി സ്വർഗം തുറക്കട്ടെ. My prayer is that heaven will open for you and me. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് ദൈവം പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് തന്റെ മേൽ, യേശുവിന്റെ മേൽ ആവസിച്ചതുപോലെ ചില കൽപ്പനകൾ, പ്രമാണങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് വരുമ്പോൾ ദൈവിക അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. And may God's anointing will come upon us as the dove came upon Jesus Christ when he got baptized. നമുക്ക് ദൈവകൃപയിലും ദൈവശക്തിയിലും പരിജ്ഞാനത്തിലും വളർന്നു വരാം. Let us grow in the knowledge and grace of our Lord Jesus അങ്ങനെ Christ. വേഗം വരുന്ന കർത്താവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May we prepare our lives for the coming of our Lord. പാട്ട് പാടി സ്തോത്രം ഒരുപാട് എടുത്തതിന് ശേഷമായിട്ട് കർത്താവിന്റെ ദാസന് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും.